എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടതും അത്യന്തം ഗൗരവമേറിയതും ക്രൈസ്തവ സമൂഹത്തിന് വലിയ ഭീഷണിയുമാകുന്ന ഒരു പ്രത്യേക കാര്യം സംസാരിക്കുവാനായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടി, അവരുടെ നിസ്കാരത്തിന് വേണ്ടി കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിലെ പുരാതനമായ ഒരു അപ്പോസ്തോലിക് ലൈബ്രറിയിലെ ഒരു മുറി മുസ്ലിം മതവിശ്വാസികൾക്ക് വേണ്ടി, അവരുടെ നിസ്കാരത്തിന് വേണ്ടി ലിയോ 14 മാർപ്പാപ്പ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തെ എത്രമാത്രം ബാധിക്കും, ഇതുകൊണ്ടുള്ള ഗുണദോഷങ്ങൾ എന്താണ്? ഇത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം, ലിയോ 14 മാർപ്പാപ്പ ചെയ്ത ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് വിശേഷിക്കപ്പെടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കത്തോലിക്ക സഭ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹമാണ്. ഏതാണ്ട് 140 കോടിയിലധികം ജനങ്ങളുള്ള ഈ കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ മാർപ്പാപ്പയാണ്. അതായത് AD 30 മുതലുള്ള ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ മാർപ്പാപ്പയായി അവർ അംഗീകരിക്കുന്ന പത്രോസ് മുതൽ ഈ 2025 അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പയായിരിക്കുന്ന ലിയോ 14 ഉൾപ്പെടെ നിരവധി മാർപ്പാപ്പമാർ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലുണ്ട്. റോമിലെ ബിഷപ്പിനെയാണ് പിന്നീട് മാർപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമിയാണ് എന്ന് പറയപ്പെടുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ മേയിക്കുവാൻ പത്രോസിനെ ചുമതലപ്പെടുത്തുകയും പത്രോസിന് ശേഷം തൻ്റെ പിൻഗാമിയായി മറ്റുള്ള റോമിലെ ബിഷപ്പ്മാർ വരികയും ചെയ്തു. എന്നാൽ ഈ ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിലെ പ്രശസ്തമായ അപ്പോസ്തോലിക് ലൈബ്രറിയിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി ഒരു മുറി തുറന്നു കൊടുത്ത് അതൊരു വലിയ മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ്. ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. മാർപ്പാപ്പ ചെയ്ത ഈ നടപടി ലോക മണ്ടത്തരമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ഇതിൻ്റെ പേരിൽ ഇനി വലിയ യുദ്ധങ്ങളുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് വലിയ സ്ഫോടനങ്ങൾ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര യുദ്ധങ്ങൾ വരെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ അപ്പോസ്തോലിക് ലൈബ്രറി ഇവർക്ക് കൊടുത്തതോടുകൂടി, അതിലെ ഒരു മുറി കൊടുത്തതോടുകൂടി ഇനി അത് അവർ ഒരു വഖഫ് മാറ്റിയെടുത്ത് ഇനി അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകും. അതായത് ഈ മാർപ്പാപ്പയുടെ കാലശേഷം കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇത് ലിയോ 14 മാർപ്പാപ്പ ഞങ്ങൾക്ക് അവകാശമായി തന്നതാണ്, ഇത് അള്ളാഹുവിൻ്റെ പേരിലുള്ള ഒരു വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും കാലങ്ങളിൽ ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി ശക്തമായ ഇടപെടൽ ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇത് ചരിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് മുൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അഭയാർത്ഥികളായി ഉള്ള ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രവേശനം അനുവദിക്കണം, അവർ നമ്മുടെ സഹോദരന്മാരാണ്, കഴിയുന്നിടത്തോളം രാജ്യങ്ങൾ അവരെ ഉൾക്കൊള്ളുകയും
അവർക്ക് കഴിയുന്നതുപോലെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്യണം എന്ന മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ തുടർന്ന് യൂറോപ്പിലേക്ക് വലിയ കുടിയേറ്റം നടന്നു. പ്രധാനമായി UK, ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ. എന്നാൽ സംഭവിച്ചത് ഈ മുസ്ലിങ്ങളുടെ കുടിയേറ്റത്തോടുകൂടി യൂറോപ്പിലെ രാജ്യങ്ങൾ അത്യന്തം ഭീഷണി നേരിടുകയാണ്. ഇസ്ലാമിക് മത തീവ്രവാദം UK-യിലും ഫ്രാൻസിലും മറ്റ് ഇതര സ്ഥലങ്ങളിൽ ശക്തമായി മുൻപോട്ട് പോവുകയാണ്. ബുർഖ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ തെരുവിലും അതുപോലെ മറ്റ് പല മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം വിഭാഗവും UK പോലുള്ള പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനം തീർന്നതുപോലെ ലിയോ 14 മാർപ്പാപ്പ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, വാസ്തവത്തിൽ അതൊരു വിഡ്ഢിത്തരം എന്ന് വേണേൽ നമുക്ക് പറയാം. ഇത്രയും വലിയൊരു വിഡ്ഢിത്തം ഒരു ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷൻ, പരമാധ്യക്ഷൻ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അത്യന്തം ഖേദകരവും ദുഃഖകരവുമാണ്, നടുക്കവുമാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ വത്തിക്കാനിലെ ഒരു മുറി പ്രാർത്ഥനയ്ക്ക് അനുവദിച്ചു കൊടുത്തു എന്ന് കേട്ടപ്പോൾ ഒരു ചരിത്ര പഠിതാവ് എന്ന നിലയ്ക്ക് ഞാൻ വാസ്തവത്തിൽ അമ്പരന്നുപോയി. വലിയ നടുക്കം ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മുസ്ലിം മതവിഭാഗത്തോട് ക്രൈസ്തവ സമൂഹത്തിന് യാതൊരു എതിർപ്പുമില്ല. മുസ്ലിം മത വിശ്വാസികളോട് യാതൊരു കലഹവുമില്ല ക്രൈസ്തവ സമൂഹത്തിന്. പക്ഷേ ഇസ്ലാം ആരംഭിച്ച കാലഘട്ടം മുതൽ ക്രൈസ്തവ സമൂഹത്തിന് ഇസ്ലാം ഒരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ്. AD 570 മുഹമ്മദ് നബിയുടെ ജനനം, AD 632 ജൂൺ 8 അദ്ദേഹത്തിൻ്റെ മരണം, ഈ കാലഘട്ടങ്ങളിൽ ഇസ്ലാം എന്ന ഒരു മതം രൂപീകൃതമാകുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ഇസ്ലാം മതം, എങ്ങനെ അത് രൂപപ്പെട്ടു, അത് സമൂഹത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് AD 632 ശേഷം പിന്നീട് വന്ന കാലിഫമാർ ക്രൈസ്തവ രാജ്യങ്ങളെയും ക്രൈസ്തവ ദേവാലയങ്ങളെയും ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് 8 കുരിശ് യുദ്ധങ്ങൾ തന്നെ നടന്നത്. അപ്പോൾ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ഇത് അറിവില്ലാഞ്ഞിട്ടല്ല, കത്തോലിക്ക സഭയ്ക്ക് ഇത് അറിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇങ്ങനെയുള്ള ആളുകളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തത് എന്ന് ഇപ്പോഴും ബോധ്യമാകുന്നില്ല. ഒരുപക്ഷെ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കണം എന്നുള്ള ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അത് വലിയ ഒരു മണ്ടത്തരമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. 8 കുരിശ് യുദ്ധങ്ങളാണ് നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. എന്താണ് ഈ കുരിശ് യുദ്ധമെന്നും എന്താണ് ഈ കുരിശ് യുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങളെന്നും വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് കുരിശ് യുദ്ധങ്ങൾ നടന്നത് AD 1095 മുതൽ 1270 കാലഘട്ടങ്ങളിലാണ്. ഈ കുരിശ് യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമായും 3 കാരണങ്ങളാണ്. അതായത് ഒന്ന്, ക്രൈസ്തവർക്കെതിരെ ഇസ്ലാമിൻ്റെ ആക്രമണമാണ്. അതായത്
ജെറുസലേം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഖലീഫമാർ നടത്തിയ ആക്രമണം ഇന്നും പാലസ്തീൻ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. അതായത് ഇസ്രായേൽ എന്ന രാഷ്ട്രം 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രവും ഒരു ഭാഗത്തും 2 ഗോത്രങ്ങൾ മറ്റൊരു ഭാഗത്തുമായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങളുള്ളതിനെ ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങളായി മാറി നിൽക്കുന്നതിനെ നമ്മൾ യഹൂദ എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ശൗൽ രാജാവിൻ്റെ കാലത്ത് ഈ യഹൂദിയും ഇസ്രായേലും ഒരു രാജ്യമായിരുന്നു. എന്നാൽ ശൗലിൻ്റെ കാലശേഷം ദാവീദിൻ്റെ കാലത്തും ശലോമോൻ്റെ കാലത്തും ഈ രാജ്യങ്ങൾ ഒന്നായി തന്നെ തുടർന്നുപോയി. എന്നാൽ ശലോമോൻ്റെ കാലശേഷം ഈ ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു. അതിനെ 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേലും 2 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദയും, അങ്ങനെ യഹൂദയുടെ തലസ്ഥാനമായി ജെറുസലേമും ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ശമര്യയും അറിയപ്പെട്ടു. എന്നാൽ മുസ്ലിം മതത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി മുഹമ്മദിയർ AD 634 കാലഘട്ടങ്ങളിൽ മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം ഈ ജെറുസലേമിനെ ആക്രമിച്ചു. ജെറുസലേമിനെ ആക്രമിച്ച് അത് കീഴടക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുസ്ലിം മതധാരികളായിട്ടുള്ള ആളുകളെ ക്രൈസ്തവ സഭയുടെ, അതായത് കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ വത്തിക്കാനിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാം മതം സമൂഹത്തിൽ എത്രമാത്രം ഭീകരത സൃഷ്ടിച്ചുവെന്നും ക്രൈസ്തവ സമൂഹത്തിന് എത്രമാത്രം വെല്ലുവിളികൾ ഉയർത്തിയെന്നും ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകളെ, വിശ്വാസികളെ നിഷ്ഠൂരണം കൊലപ്പെടുത്തുകയും അവരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും സ്ത്രീകളെ അവരുടെ ആളുകൾക്ക് ലൈംഗിക വസ്തുവായി കൊടുക്കുകയും അടിമ സ്ത്രീകളെ പോലെ അവരെ ചങ്ങലക്കിടുകയും അവരെ നിരന്തരം ലൈംഗികമായി ചൂഷണം ചെയ്യുകയും കുട്ടികളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയും എത്രമാത്രം പൈശാചികവും ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടുകൂടെ ക്രൈസ്തവ സഭ നേരിട്ടത്. 8 കുരിശുയുദ്ധങ്ങൾ നടന്നതിൽ അതുകൂടാതെ കുട്ടികളുടെ ഒരു കുരിശുയുദ്ധം കൂടെ നടന്നു. ഏതാണ്ട് 30,000-ലധികം വരുന്ന കുട്ടികളെ, 9-നും 14-നും വയസ്സ് ഇടയ്ക്കുള്ള കുട്ടികളെ ഈ ഇസ്ലാം മതധാരികൾ, അതായത് മുഹമ്മദിയർ, അതിക്രൂരവും പൈശാചികമായി അവരെ കൊലവിളിച്ചു. അവരുടെ കഴുത്ത് ഞെക്കി കൊന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു. ആൺകുട്ടികളെ നിർബന്ധിച്ച് സുന്നത്ത് ചെയ്യിപ്പിച്ച് മതപരിവർത്തനം നടത്തി അവരുടെ കൂട്ടത്തിൽ കൂട്ടി. ഇത്രയും നിന്ദ്യവും ഭീകരവും പൈശാചികപരമായ രീതിയിൽ ഇസ്ലാം ക്രൈസ്തവ സമൂഹത്തെ ആക്രമിച്ചു. ഇതെല്ലാം കണ്ടിട്ടും, ഈ ചരിത്രമെല്ലാം പഠിച്ചിട്ടും, ഈ ചരിത്രമെല്ലാം മനസ്സിലാക്കിയിട്ടും ഇവർക്ക് വീണ്ടും ഈ വത്തിക്കാനിൽ ഇവർക്ക് ഇടം കൊടുത്തു എന്ന് പറയുന്നത് എത്ര അത്യന്തം ഭീകരവും നടുക്കമുളവാക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതുമായ സംഭവമാണ് എന്ന് ഒരു ചരിത്ര പഠിതാവ് എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായി പറയാനായിട്ട് സാധിക്കും. ക്രൈസ്തവ സഭയുടെ ചരിത്രം ഞാൻ പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാം എത്ര പൈശാചികമായിട്ടാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ ലിയോ 14 മാർപ്പാപ്പ ഇത്തരത്തിലൊരു നടപടിയെടുത്തത് അത്യന്തം വേദനാജനകവും ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് ഉറച്ചു പറയുവാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും 3 കാരണങ്ങളാണ് കുരിശുയുദ്ധങ്ങൾക്കുണ്ടായത്. ഒന്ന്, ക്രൈസ്തവർക്ക് നേരെയുള്ള ഇസ്ലാമിൻ്റെ ആക്രമണം. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഖാലിഫമാർ പാലസ്തീനെ കീഴടക്കി. ക്രിസ്തുവിൻ്റെ ചരിത്രവുമായി ബന്ധമുള്ള
പാലസ്തീനിലെ എല്ലാവിധ സ്തംഭങ്ങളും സ്തൂപങ്ങളും എഴുത്തുകളും ഛായാചിത്രങ്ങളും എല്ലാം ഇവർ തകർത്ത് തരിപ്പണമാക്കി. വത്തിക്കാൻ്റെ ഗതിയും ഇനി ഏതാണ്ട് ആ ഒരു പ്രതീതിയിലേക്ക് കടക്കുകയാണ്. ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ ഒരു ഇസ്ലാം ഒരു സ്ഥലത്ത് കയറി കൂടുമ്പോൾ ആദ്യം അവർ തകർക്കുന്നത് ക്രൈസ്തവ കുരിശാണ്. ആ കുരിശിനോട് ഈ ഇസ്ലാമിന് തീർത്താ തീരാത്ത പകയാണ്. കാരണം അവരാദ്യം നശിപ്പിക്കുന്നത് കുരിശാണ്. അതിന് ഒരു ചരിത്രമുണ്ട്. കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് കുരിശടയാളത്തിൽ ഒരു യുദ്ധം നടന്നു. ആ ചരിത്രം ഇവർക്കറിയാം. അതോടൊപ്പം തന്നെ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്ന ക്രൂസൈഡ്, അത് കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ തങ്ങളുടെ യൂണിഫോമിൽ കുരിശടയാളം രേഖപ്പെടുത്തിയിരുന്നു. വലതുവശത്തെ ഷോൾഡറിലും അതുപോലെ അവരുടെ ഈ ഫ്രണ്ട് സൈഡിലും കുരിശടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് കുരിശിനോട് എന്നും ഒരു വെറുപ്പും ഒരു പകയുമാണ്. അവർ ഒരു രാജ്യത്തെ കീഴടക്കിയാൽ ആദ്യം ചെയ്യുന്നത് കുരിശ് നശിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് UK പോലുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇവർ കീഴടക്കുമ്പോൾ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് കുരിശ് തകർക്കുക എന്നുള്ളതാണ്. അതായത് കുരിശും മറ്റേ ക്രൂശിത രൂപങ്ങളും ക്രിസ്തുവിൻ്റെയോ കന്യകാമറിയത്തിൻ്റെയോ മറ്റ് വിശുദ്ധന്മാരുടെയോ ഫോട്ടോകളും അവരുടെ ചിത്രങ്ങളും അവരുടെ രൂപങ്ങളും അവരുടെ ഛായാചിത്രങ്ങളും തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഏറ്റവും അധികം താമസിക്കാതെ വത്തിക്കാനും ഈ അവസ്ഥയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം ഒരു ഇസ്ലാം മതധാരി വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ അൾത്താരയിൽ കയറി മൂത്രമൊഴിച്ചു. അത് ലോകം മുഴുവൻ കണ്ടു. അപ്പോൾ ഇത്രയും പൈശാചികവും നിന്ദ്യമായി പ്രവർത്തിക്കുന്ന ഇവരെ വീണ്ടും ഈ ക്രൈസ്തവ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഒരു മുറി കൊടുത്ത് സ്ഥിരമായി ഇപ്പോൾ ഒരു മുസ്ലിം വന്ന് ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയുടെ ഒരു മുറിയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും സംഭവിക്കാനില്ല. മറിച്ച് അതവർക്ക് തീരെഴുതി കൊടുത്താൽ നാളെ അതവരൊരു മോസ്കാക്കി മാറ്റും. ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇനി അവർ അതിനെ ഒരു മോസ്കാക്കി മാറ്റും. മോസ്കാക്കി മാറ്റിയതിന് ശേഷം അവർ അതിനെ അവകാശം പറയും. അവകാശം പറയുന്നതിന് ശേഷം അവരുടെ ആളുകൾ ഒരു പ്രശ്നമുണ്ടായാൽ ഒരു വലിയ ജനസമൂഹമായി ലക്ഷക്കണക്കിന് ആളുകൾ വത്തിക്കാൻ എന്ന ഈ സ്ഥലത്തേക്ക് ഇടിച്ചു കയറും. അവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപങ്ങളും അവിടെയുള്ള മൈക്കൽ ആഞ്ചലോയുടെയോ അല്ലെങ്കിൽ ഡാവഞ്ചിയുടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഛായാചിത്രങ്ങളും പ്രതീകങ്ങളും എല്ലാം ഇവർ തകർത്ത് തരിപ്പണമാക്കി ഈ വത്തിക്കാൻ എന്ന് പറയുന്ന സ്ഥലം ഒരു കുട്ടിച്ചോറാക്കി ഒരു കുളമാക്കി മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഏറ്റവും അധികം താമസിയാതെ സംഭവിക്കാൻ പോകുന്ന ഒരു നേർക്കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുരിശുയുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളിൽ ഒന്ന് ക്രൈസ്തവർക്ക് നേരെയുള്ള ഇസ്ലാമിൻ്റെ ആക്രമണം, മുഹമ്മദീയരുടെ ആക്രമണം എന്നാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലസ്തീൻ എന്ന പ്രദേശത്ത് അവർ ആക്രമിച്ച് കീഴടക്കി. അതായത് AD 634 ഉമറിൻ്റെ കാലഘട്ടങ്ങളിൽ 634 മുതൽ 38 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഖലീഫയായിരുന്ന ഉമറിൻ്റെ കാലഘട്ടങ്ങളിൽ പാലസ്തീൻ എന്ന പ്രദേശത്തെ ഇവർ ആക്രമിച്ച് കീഴടക്കി. ജെറുസലേമിലെ പ്രദേശങ്ങളെല്ലാം ഇവർ ആക്രമിച്ച് കീഴടക്കുകയും യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തെ ഇവർ നശിപ്പിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, AD 1010 അന്നത്തെ ഖലീഫയായിരുന്ന ഹാക്കിം അവിടെ ക്രിസ്തുവിൻ്റെ കല്ലറയുടെ മുകളിലുള്ള പ്രാർത്ഥന ദേവാലയം, ആ ദേവാലയത്തെ നിരോധിക്കുകയും അവിടെ പ്രാർത്ഥിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിന് അനുവാദം കൊടുക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ ജസിയ എന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു നികുതി ചുമത്തി അതിൽ പൈസ കൊടുക്കുന്നവർക്ക് അവിടെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭീകരവും പൈശാചികപരമായ രീതിയിൽ ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇവർ അയച്ചുവിട്ടു. ഇനി രണ്ടാമത്തെ ഒരു സംഭവം, യൂറോപ്പിൽ നിന്ന് ജെറുസലേമിലേക്ക് നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾ തീർത്ഥാടനത്തിന് യാത്ര ചെയ്തിരുന്നു.
എന്നാൽ AD 1071 അവിടെ അതിനെ തടസ്സം ചെയ്തു. അതാണ് രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമത്തെ കാരണം മുസ്ലിം ആക്രമണത്തിൽ നിന്ന് പശ്ചിമ യൂറോപ്പിനെ രക്ഷിക്കുക. ഈ പ്രധാനമായ 3 കാര്യങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾക്ക് വഴിതെളിച്ചത്. അങ്ങനെ കുരിശ് യുദ്ധം ആരംഭിച്ചു. കുരിശ് യുദ്ധം മുഹമ്മദിയർക്കെതിരെയായിരുന്നു. മുഹമ്മദിയർ ജനസമൂഹത്തിൽ പെരുപ്പമുള്ളവരായി തീർന്നു. അവർ ഒരു സ്ഥലത്ത് ആക്രമിച്ച് കീഴടക്കി അവിടെ നിന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. ഒരാൾക്ക് 5ഉം 10ഉം 15ഉം 20ഉം ഭാര്യമാർ, ഒരു പുരുഷന് 4ഉം 5ഉം 10ഉം ഭാര്യമാരെ ലഭിച്ചു. അതിൽ നിന്ന് ഒരാൾക്ക് ആവറേജ് 25, 30, 40 കുട്ടികളുണ്ടായി. അങ്ങനെ ഇസ്ലാമിൻ്റെ പോപ്പുലേഷൻ ജനസംഖ്യയിൽ വർദ്ധിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ ഇവർ ബലമായി പിടിച്ചുകൊണ്ടുപോയി അവരുടെ ഭാര്യമാരാക്കും. ഔറംഗസീബിൻ്റെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവരെയും ക്ഷത്രിയ കുടുംബത്തിൽപ്പെട്ട പുരുഷന്മാരെ കൊന്നതിന് ശേഷം ഇവിടെയുള്ള സ്ത്രീകളെ നിർബന്ധിതമായി അവർ ഭാര്യമാരായി എടുത്തു. അങ്ങനെ അഭിമാനം ഭയന്ന് പല സ്ത്രീകളും അഗ്നിക്കിരയായി, അതായത് തീ കത്തിച്ച് അഗ്നിജ്വാലയിലേക്ക് പ്രവേശിച്ചു. പല ക്ഷത്രിയരുടെയും ബ്രാഹ്മണരുടെയും ഭാര്യമാർ കൂട്ടത്തോടെ ഔറംഗസീബിൻ്റെ കാലഘട്ടങ്ങളിൽ അവർ ചിതയൊരുക്കി ആ ചിതയിലേക്ക് എരിഞ്ഞടങ്ങി. ഭർത്താവിനെ കൊന്നതോടുകൂടി അവർ എരിഞ്ഞടങ്ങി. ഔറംഗസീബിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഒരു താലത്തിൽ ചേലാകർമ്മം നടത്തിയ ആ സ്കിന്ന്, അതായത് തൊലി, ലിംഗത്തിൻ്റെ അഗ്രത്തുള്ള തൊലി ഈ ഔറംഗസീബിനെ കൊണ്ട് കാണിക്കണം എന്ന ഒരു നിയമമുണ്ടായിരുന്നു. അതായത് വലിയ താലത്തിൽ, അതായത് ഒരു ദിവസം ഇത്ര ആളുകളെ വെച്ച് നിർബന്ധിതമായി സുന്നത്ത് ചെയ്യണം, അവരുടെ ചേലാകർമ്മം നടത്തി അവരെ ഇതുകൊണ്ട് കാണിക്കണമെന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബ്രാഹ്മണരെ മതപരിവർത്തനം നടത്തി മതപരിവർത്തനത്തിന് തയ്യാറാകാത്ത ആളുകളെ വാളുകൊണ്ട് കൊന്നതിന് ശേഷം അവരുടെ പൂണൂലുകളെ എടുത്ത്, ബ്രാഹ്മണന്മാർ ധരിക്കുന്ന പൂണൂലുകളെ എടുത്ത് അതൊരു താലത്തിലാക്കി കൊണ്ട് ഈ ചക്രവർത്തിയെ കാണിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഔറംഗസീബ് എന്ന ക്രൂരനായ ഭരണാധികാരി 10,000-കണക്കിന് ഹൈന്ദവ വിശ്വാസികളെ, ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി അവരുടെ ഭർത്താക്കന്മാരെ കൊന്നുകളയും, ഭാര്യമാരെ തങ്ങളുടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർക്ക് അടിമ സ്ത്രീകളായി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ക്ഷത്രിയ കുടുംബത്തിൽ നിന്നും ആളുകൾ ഇതിലേക്ക് കടന്നു വരേണ്ടി വന്നു. അങ്ങനെ പല ആക്രമണങ്ങളുണ്ടായപ്പോൾ ചില ഭാഗങ്ങളൊക്കെ പിടിച്ചു നിന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു വളർച്ചയോടുകൂടി സമൂഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്. അവർ ഏതെങ്കിലും ഒരു പ്രദേശത്തെ കണ്ടു, ആ പ്രദേശം എന്ത് ചെയ്തു, ഇവരാക്രമിച്ച് കീഴടക്കും. അവിടെ മാന്യമായി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ കയറി അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കയറി അവിടുത്തെ സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. എന്നിട്ട് അവർ അതിനെ അടിമകളാക്കി, കുട്ടികളെ അവർ ഞെക്കിക്കൊന്നു, അതുപോലെ പുരുഷന്മാരെ വാളുകൊണ്ട് കൊന്ന ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രം അതാണ്. അത് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. മുസ്ലിം മതത്തിൻ്റെ ആവിർഭാവത്തോടുകൂടെ ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് മുസ്ലിം ആക്രമണത്തിൽ നിന്നും പശ്ചിമ യൂറോപ്പിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുരിശ് യുദ്ധക്കാർ പ്രവർത്തിച്ചത്. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, മുസ്ലിം അതായത് മുഹമ്മദിയരുടെ ആക്രമണത്തിൽ നിന്ന് പാലസ്തീനെ രക്ഷിക്കുക; 2, യൂറോപ്പിൽ നിന്ന് ജെറുസലേമിലേക്ക് വരുന്ന ക്രൈസ്തവ സമൂഹത്തിന് സുഗമമായ രീതിയിൽ അവർക്ക് തീർത്ഥാടനത്തിന് അവസരമൊരുക്കുക; 3, യൂറോപ്പിലേക്കുള്ള മുസ്ലിമിൻ്റെ കുടിയേറ്റവും അവരുടെ ആക്രമണം തടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 8 കുരിശുയുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാം കുരിശുയുദ്ധം 1095 മുതൽ 1099 വരെയുള്ള കാലം. ഇതിൻ്റെ സഭാചരിത്ര പഠനത്തിൽ ഞാനിതെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തവും ശക്തമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ്. രണ്ടാമത്തെ കുരിശുയുദ്ധം നടന്നത് 1147 മുതൽ 1149 വരെയുള്ള കാലഘട്ടങ്ങളിൽ. മൂന്നാം കുരിശുയുദ്ധം നടക്കുന്നത് 1188, 1192. നാലാം കുരിശുയുദ്ധം 1202, 1204. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടികളുടെ കുരിശുയുദ്ധം നടന്നു.
അതായത് 4-ാം കുരിശുയുദ്ധത്തിന് അനുബന്ധമായി കുട്ടികളുടെ ഒരു കുരിശുയുദ്ധം നടന്നു. അത് AD 1212 ഏതാണ്ട് 30,000-ലധികം കുട്ടികൾ ഈ കുരിശുയുദ്ധത്തിൽ പങ്കെടുത്തു. എന്നാൽ മുഹമ്മദിയർ ഇവരെയെല്ലാം കൊന്നു. അതുമാത്രമല്ല, ഒരുപാട് പേരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന യോദ്ധാക്കൾ എന്ത് ചെയ്തു? ഈ കുരിശുയുദ്ധത്തിൽ പങ്കെടുത്തു. അതിനിഷ്ഠൂരം, അതിപൈശാചികമായി മുസ്ലിം മതധാരികൾ ഈ പിഞ്ച് കുട്ടികളെ ഇഞ്ചിഞ്ചായി കൊന്നു. വാളുകൊണ്ട് വെട്ടിക്കൊന്നു, കാലെ പിടിച്ച് വലിച്ചു കീറിക്കൊന്നു, കഴുത്തെ പിടിച്ച് ഞെക്കിക്കൊന്നു. പെൺകുട്ടികളെ നിരന്തരമായി ഇവർ ലൈംഗികമായി പീഡിപ്പിച്ച് അതിക്രൂരവും അതിപൈശാചികവുമായ രീതിയിൽ ഇവരെ ആക്രമിച്ചു. അതാണ് കുരിശുയുദ്ധത്തിൻ്റെ കഥ. ഇത് ചരിത്രമാണ്. ഇത് ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് 5-ാം കുരിശുയുദ്ധം 1217, 1221. 6-ാം കുരിശുയുദ്ധം 1228 മുതൽ 1229 വരെ. 7-ാം കുരിശുയുദ്ധം 1248 മുതൽ 1254 വരെ. 8-ാം കുരിശുയുദ്ധം 1264 മുതൽ 1270 വരെയുള്ള കാലഘട്ടങ്ങൾ. ഇങ്ങനെ ഈ 8 കുരിശുയുദ്ധങ്ങൾ ഈ മുഹമ്മദീയരുടെ ആക്രമണത്തിൽ നിന്ന് യൂറോപ്പിനെ രക്ഷിക്കുവാനും പാലസ്തീനെ രക്ഷിക്കുവാനും വേണ്ടി നടന്നു. ഇതൊക്കെ വലിയ ചരിത്രങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ ചരിത്രമുറങ്ങുന്ന ഈ കത്തോലിക്ക സഭ, അതായത് മാർപ്പാപ്പമാരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടും നിരന്തരമായുള്ള ചെറുത്തുനിൽപ്പ് കൊണ്ടും ജെറുസലേമിലെ ചില സ്ഥലങ്ങളെങ്കിലും പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു. ഒരു പരിധിവരെ യൂറോപ്പിനെ ഇസ്ലാം വൽക്കരിക്കൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചരിത്രമെല്ലാം, മുഹമ്മദിയരുടെ ഈ ചരിത്രം, അവരുടെ ഈ ആക്രമണങ്ങൾ, ഈ പൈശാചികവും നിന്ദ്യവും ക്രൂരവുമായ ഈ ആക്രമണങ്ങളെ എല്ലാം മുന്നിൽ കണ്ടിട്ടും, ഇത് ചരിത്രം പഠിച്ചിട്ടും എന്തുകൊണ്ട് ഈ ലിയോ 14 മാർപ്പാപ്പ ഇങ്ങനെയൊരു തീരുമാനമെടുത്തു? ഈ ഇസ്ലാം മതധാരികൾക്ക് എന്തുകൊണ്ട് ഈ വത്തിക്കാനിൽ ഇങ്ങനെ അപ്പോസ്തോലിക ലൈബ്രറിയുടെ ഒരു മുറി എന്തുകൊണ്ട് ഇവർക്ക് തുറന്നു കൊടുത്തു? നാളെ ഇവരെ കൊണ്ട് ഈ വത്തിക്കാൻ എന്ന സ്ഥലം ഒരു യുദ്ധക്കളമായി, ഒരു യുദ്ധഭൂമിയായി മാറുകയില്ലേ? എത്ര ഹീനവും നിന്ദ്യവും പൈശാചികവുമായിട്ടുള്ള ഒരു രീതിയിലാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇവർ ആക്രമണം നടത്തിയത്. അത് ഏറ്റവും പ്രധാനമായി തകർക്കപ്പെട്ടത് ക്രൈസ്തവ ദേവാലയങ്ങളും കത്തോലിക്ക വിശ്വാസികളുമാണ്. ഈ കുരിശുയുദ്ധങ്ങൾ 8 കുരിശുയുദ്ധം നടന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കത്തോലിക്ക സഭയുടെ വിശ്വാസികളെയാണ്. അവരുടെ വൈദികന്മാർ കൊല്ലപ്പെട്ടു, അവരുടെ ബിഷപ്പ്മാർ കൊല്ലപ്പെട്ടു, അവരുടെ ആർച്ച് ബിഷപ്പ്മാരും കാർദിനാൽമാരും കൊല്ലപ്പെട്ടു. കുട്ടികൾ 30,000-ലധികം അടങ്ങുന്ന കുട്ടികൾ മുഹമ്മദിയരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായിത്തീർന്നു. ഇതെല്ലാം കണ്ടിട്ടും വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് ഈ മാർപ്പാപ്പ ഇവരെ ഇതിൻ്റെ അകത്ത് കയറ്റി? സ്നേഹം, കരുണ, ആർദ്രത, മഹാമനസ്കത. പക്ഷേ ബുദ്ധിയുള്ളവരായിരിക്കും നിങ്ങൾ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് വേദപുസ്തകം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും മാർപ്പാപ്പ ഇത് ചിന്തിച്ചില്ല, കത്തോലിക്ക സഭ ഇത് ചിന്തിച്ചില്ല. കേരളത്തിലുടനീളം ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സ്കൂളുകളെ തകർക്കുവാൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വെമ്പൽ കൊള്ളുമ്പോൾ ഓരോ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇവർ ലക്ഷ്യമിട്ടപ്പോൾ, എന്നിട്ടും ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും ലോകം നേരിടുന്ന ഏറ്റവും വെല്ലുവിളി ഇസ്ലാമിക് മതതീവ്രവാദമാണ് എന്നറിഞ്ഞിട്ടും ഈ ഗാസയിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ലെബനോനിലും അതുപോലെ ഇറാനിലും പാകിസ്ഥാനിലും ഇതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇസ്ലാം മതധാരികളായിട്ടുള്ള മുഹമ്മദീയരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ UK-യും ഫ്രാൻസും ഇതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം നേരിടുന്ന ഈ അനുഭവങ്ങളെയെല്ലാം മുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ട് ഇവരെ ഇതിൻ്റെ അകത്ത് കയറ്റി പാർപ്പിച്ചു? എന്തുകൊണ്ട് ഇവർക്ക് കാലുകുത്താൻ സ്ഥലം കൊടുത്തു? എന്തുകൊണ്ട് ഇവർക്ക് ഒരു മുറി അനുവദിച്ചു കൊടുത്തു? അപ്പോഴും പറയും സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം.
ശത്രുവിനെ സ്നേഹിക്കാനുള്ള മനസ്ഥിതി, ശത്രുവിനെ സ്നേഹിക്കണമെന്ന മനസ്ഥിതി. പക്ഷേ ഇത് കാലത്തിൻ്റെ ചരിത്രത്തിൽ, ഇത് ലോക ചരിത്രത്തിൽ ഒരു കറുത്ത ദിനമായി ഇത് അടയാളപ്പെടുത്തുകയും ഇതിനെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു മുഹമ്മദീയർക്ക് വത്തിക്കാനിൽ പ്രാർത്ഥനാ മുറി ഒരുക്കി കൊടുത്തതെന്ന് ചരിത്രം രേഖപ്പെടുത്തും.